ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ബൈബിൾ ത്രോപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആണ്ടുവട്ടത്തിലെ 22ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സഭാമാതാവ് നൽകിയിരിക്കുന്ന വചനഭാഗം എന്നുള്ളത് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ വിചിത്രമായ വ്യാഖ്യാനം സംലഭ്യമാകുന്ന വളരെ മനോഹരമായ, തീർത്തും അസാധാരണമായ ഉപമകളിലൊന്നാണ് ഇന്ന് യേശുനാഥൻ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നത്. അതിഥിക്കും ആതിഥേയനുമുള്ള ഉപദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ യാഥാർത്ഥ്യമാണ് വിരുന്നു നൽകുന്നതും വിരുന്നിൽ പങ്കെടുക്കുന്നതും. ആധുനിക ലോകത്തിൽ ധാരാളം തരം വിരുന്നുകളിൽ നമ്മൾ പങ്കെടുക്കാൻ പോകാറുണ്ട്. ധാരാളം വിരുന്നുകൾ നമ്മൾ നൽകാറുമുണ്ട്. യേശുനാഥൻ്റെ കാലഘട്ടത്തിലും ഇത്തരം വിരുന്ന് സൽക്കാരങ്ങൾ വളരെ സുലഭമായി നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു വ്യത്യാസം ഇതാണ്: നമ്മളൊക്കെ വിരുന്നുണ്ണാൻ ചെല്ലുമ്പോൾ വിരുന്നുണ്ട് മടങ്ങുന്നതിന് അപ്പുറം അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല. അതല്ലെങ്കിൽ നമ്മൾ വിരുന്ന് നൽകുമ്പോൾ ആ വിരുന്ന് നൽകുന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും തന്നെ അവിടെ സംഭവിക്കാറില്ല. എന്നാൽ യേശുനാഥൻ എപ്പോഴൊക്കെ ഏതൊക്കെ സംഭവങ്ങളിൽ യേശുവും ശിഷ്യന്മാരും പങ്കെടുക്കുവാനായിട്ട് ചെല്ലുന്നു, ആ അവസരങ്ങളെല്ലാം യേശുനാഥൻ ദൈവരാജ്യത്തിൻ്റെ പരിപാവനമായ, ഒരിക്കലും നശിക്കാത്ത നിത്യമായ മൂല്യങ്ങൾ നൽകുവാനായിട്ട് ഇടം കണ്ടെത്തുമായിരുന്നു. യേശുനാഥന് പ്രഭാഷണ വേദികളാകട്ടെ, രോഗശാന്തി ശുശ്രൂഷ നൽകുന്ന വേദികളാകട്ടെ, അതല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടത്തുന്ന വേദികളാകട്ടെ, അതല്ലെങ്കിൽ വിരുന്നു സൽക്കാര വേളകളാകട്ടെ, അതല്ലെങ്കിൽ സംവാദ വേദികളാകട്ടെ, ഇതെല്ലാം യേശുനാഥൻ എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ സന്ദേശം നൽകുവാൻ വേണ്ടി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന വേദികളാണ്. അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ചേക്കുന്ന ഈ സുവിശേഷ ഭാഗത്തിൽ. യേശുനാഥനെ ഒരാൾ വിരുന്നുണ്ണുവാനായിട്ട് ക്ഷണിക്കുകയാണ്. അവിടെ ഈ വിരുന്ന് ഉണ്ണുക അല്ലെങ്കിൽ വിരുന്ന് സ്വീകരിക്കുക, വിരുന്നിൽ പങ്കെടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ വിരുന്നു സൽക്കാര വേളകൾ യേശുനാഥൻ വളരെ മനോഹരമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ചില സന്ദേശങ്ങൾ നൽകുവാനായിട്ട്, മാനുഷിക മൂല്യങ്ങളിൽ നിന്ന് ദൈവിക മൂല്യങ്ങളിലേക്ക് ഉയരുവാനായിട്ടുള്ളൊരു വേദിയായിട്ട് യേശുനാഥൻ ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് മരുഭൂമിയിലെ സുദീർഘമായ ഒരു തപസ്സനുഷ്ഠാനത്തിന് ശേഷം ലൂക്ക എഴുതിയിരിക്കുന്നത്, ഈ തപസ്സെല്ലാം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനെ പരീക്ഷിക്കുവാനായിട്ട് വന്നു. പല പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ കല്ലുകളോട് അപ്പമാകുവാനായിട്ട് പറയുമ്പോൾ യേശുനാഥൻ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുനാഥന് ഭക്ഷണം എന്നുള്ളതൊരു വളരെ പ്രത്യേകതയുള്ള കാര്യമല്ല. എന്നാൽ ഭക്ഷണമേശകളെയൊക്കെ വളരെ മനോഹരമായ, വളരെ സുന്ദരമായ പാഠങ്ങൾ നൽകുവാനായിട്ട് യേശുനാഥൻ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ളൊരു സന്ദർഭമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. 2 സുപ്രധാനമായ സന്ദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിനകത്ത് യേശുനാഥൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. 2 ആധ്യാത്മികമായ മനോഭാവ മാറ്റങ്ങളെപ്പറ്റി സൂചന നൽകുന്ന, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന്, അതല്ലെങ്കിൽ വ്യക്തി താല്പര്യത്തിൽ നിന്ന് ദൈവീക താല്പര്യത്തിലേക്ക് മനസ്സിനെയും ഹൃദയത്തെയും വിശാലമായി തുറക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന 2 മനോഹരമായ പാഠങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിനകത്ത് യേശുനാഥൻ ഒളിച്ചു വച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട്, വിരുന്നുകളിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം ഓടിച്ചെന്ന് ഏറ്റവും മുന്നിൽ സീറ്റുകൾ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഓടിച്ചെന്ന് ഏറ്റവും പ്രധാന കസേരകൾ പിടിക്കുന്നത് ആധുനിക ലോകത്തിൽ
സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ആ സംഭവം അല്ലെങ്കിൽ ആ പ്രവണതയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥനും തിരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ സന്ദേശം. വിരുന്നുകളിൽ കസേരകൾ കരസ്ഥമാക്കുവാനായിട്ട് തിക്കും തിരക്കും കൂട്ടുന്ന ആ പ്രതിഭാസം യേശുനാഥൻ ഒന്നാമതായിട്ട് ഈ ഉപമയിൽ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ആർക്കൊക്കെയാണ് നമ്മൾ വിരുന്ന് നൽകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു വിരുന്നൊരുക്കുമ്പോൾ ആരെയൊക്കെയാണ് നമ്മുടെ ക്ഷണക്കത്തുകളുടെ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കുന്നതും ഒഴിവാക്കുന്നതും എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് യേശുനാഥൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ രീതികളിൽ വിവാഹങ്ങളിലോ മറ്റേതെങ്കിലും വിരുന്നുകളിലേക്ക് ചെല്ലുമ്പോൾ കവാടം തുറക്കുന്നതിന് മുമ്പ് തന്നെ തിക്കും തിരക്കും കൂട്ടിച്ചേർത്ത് ഓടിച്ചെന്ന് പ്രധാന കസേരകളിൽ ഇരിപ്പിടം കണ്ടെത്തുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുനാഥൻ ഇവിടെ പറയുന്നത് എളിമയുടെയും വിനയത്തിൻ്റെതും അതല്ലെങ്കിൽ മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെതുമായ ഒരു മനോഭാവം വിരുന്നുണ്ണാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നാണ് യേശുനാഥൻ സൂചിപ്പിക്കുന്നത്. അവിടെ വിരുന്നിന് ചെല്ലുമ്പോൾ ഓടിക്കിതച്ച് ചെന്ന് മുൻപന്തിയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ ുള്ളവരും എന്ന് പറയും, ഇത് കുടുംബക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കുടുംബക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കസേരയിൽ നിന്ന് മാറാൻ പറയുമ്പോൾ പക്ഷെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റെല്ലാ കസേരകളും നിറഞ്ഞു കവിഞ്ഞുവെങ്കിൽ കുനിഞ്ഞ ശിരസ്സോടുകൂടി അപമാനഭാരത്തോടുകൂടി പുറത്തിറങ്ങേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ അപമാനഭാരത്തോടുകൂടി പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ ആ അപമാനിക്കൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിച്ചേക്കാം. സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിതനാകുമ്പോൾ, സുഹൃത്തുക്കളുടെ മുമ്പിൽ അപമാനിതനാകുമ്പോൾ, ബന്ധുജനങ്ങളുടെ മുമ്പിൽ അപമാനഭാരത്താൽ തലകുനിയേണ്ടി വരുമ്പോൾ അതൊക്കെ വേദനിപ്പിക്കുന്നതും ഒരുപക്ഷെ സുദീർഘമായ ബന്ധവിച്ഛേദനങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാമെന്നുള്ളൊരു സൂചന ഈ സുവിശേഷത്തിൽ യേശുനാഥൻ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പരസ്യമായിട്ട് അപമാന വിധേയമാകുമ്പോഴുണ്ടാകുന്ന വേദന സംഭവിക്കാതിരിക്കുവാനായിട്ട് നീ വിരുന്നുണ്ണാനായിട്ട് ചെല്ലുമ്പോൾ ഒടുവിലത്തെ കസേരയിൽ ചെന്നിരിക്കുക, എല്ലാവരും കാണെ വിരുന്ന് നൽകുന്നവൻ വന്ന് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് ബഹുമാനിതനാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാകാറുമുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തേതായിട്ട് യേശുനാഥൻ പറയുന്നത്, വിരുന്നുണ്ണുവാനായിട്ട് ചെല്ലുമ്പോൾ സീറ്റുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് തിക്കും തിരക്കും കൂട്ടുമ്പോൾ ഓർക്കുക, തിരഞ്ഞെടുക്കുന്ന സീറ്റിൽ നിന്ന് ഒരുപക്ഷെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുവാനായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട്, എഴുന്നേറ്റ് കൊടുക്കുവാനായിട്ടുള്ളൊരു അഭ്യർത്ഥനയുമായിട്ട് ഒരുപക്ഷെ വിരുന്ന് നൽകുന്ന ആൾ എത്തിച്ചേർന്നേക്കാം. അങ്ങനെ വരുമ്പോൾ കൂട്ടുകാരുടെയും സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെയും മുന്നിൽ അപമാനഭാരത്താൽ തലകുനിയാതിരിക്കുവാനായിട്ടാണ് യേശുനാഥൻ ഒന്നാമതായിട്ട് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. മറിച്ച് അപമാനഭാരത്താൽ അവഗണിക്കപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് പുറകിലേക്ക് ചെന്നിരിക്കുമ്പോൾ ബഹുമാന പുരസ്സരം മുന്നോട്ട് കൊണ്ടുവരുവാൻ സാധിക്കുന്ന എളിമയുടെ ഒരു മനസ്സ് സൃഷ്ടിക്കുവാനായിട്ട് ഒന്നാമതായിട്ട് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിനകത്ത് സംഭവിക്കേണ്ട ഒരു മാറ്റമാണ്, സംഭവിക്കേണ്ട ഒരു മാറ്റമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാ സന്ദർഭങ്ങളും യേശുനാഥൻ നിത്യമായ മൂല്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുവാനായിട്ടുള്ള വേദിയാക്കുമ്പോൾ നമ്മെ കണ്ടെത്തുവാനായിട്ട്, നമ്മുടെ ഉള്ളിലെ ഈ ഒളിഞ്ഞു കിടക്കുന്ന ഗുണഗണങ്ങളെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് യേശുനാഥൻ നൽകുന്ന മനോഹരമായൊരു പാഠമാണ് വിരുന്നിന് ചെല്ലുമ്പോൾ ഒടുവിലത്തെ സ്ഥാനം തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാവരും കാണെ നിന്നെ മുന്നിലേക്ക് കൊണ്ടുവരികയും നീ എല്ലാവരുടെ മുന്നിലും ബഹുമാനിതനാകുകയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഇന്നത്തെ സുവിശേഷത്തിനകത്ത് യേശുനാഥൻ നൽകുന്ന അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു മനോഹരമായ സന്ദേശമാണ് ആരെയൊക്കെയാണ് നമ്മൾ വിരുന്നിന് ക്ഷണിക്കുന്നത്. ഒരു വിവാഹ വിരുന്നൊരുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ആദ്യ കുർബാന വിരുന്നൊരുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ആണ്ട് കുർബാനയുടെ വിരുന്നൊരുക്കുമ്പോഴൊക്കെ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് ആരൊക്കെയാണ്? നമുക്ക് സുപരിചിതരായവരെയും സമൂഹത്തിൽ സാധാരണ രീതിയിൽ വില കൽപ്പിക്കപ്പെടുന്നവരെയും ബഹുമാനിതരായിരിക്കുന്നവരെയും ഒക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ വിരുന്ന് സൽക്കാര വേളകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതി തയ്യാറാക്കുന്നത്. എന്നാൽ
സാധാരണ ജീവിത രീതികളുടെയും ശൈലികൾക്കും വിരുദ്ധമായിട്ട് യേശുനാഥൻ പറയുന്നു, നിനക്ക് പ്രത്യുപകാരമായി വിരുന്ന് നൽകുവാനായിട്ട് കഴിയാത്ത, എന്നാൽ വിരുന്നുണ്ണുവാനായിട്ട് അർഹതയുള്ള മുടന്തര്, അന്ധര്, വികലാംഗര്, അവഗണിക്കപ്പെട്ടവര്, അവരെയൊക്കെ നീ വിരുന്നിന് ക്ഷണിക്കണമെന്ന് യേശുനാഥൻ പറയുമ്പോൾ, സാധാരണ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ കേൾക്കാറുള്ളത് പോലെ ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് നടത്തുവാനായിട്ടാണ് യേശുനാഥൻ ആവശ്യപ്പെടുന്നത്. ഒരു മാനസിക മാറ്റം വരുത്തുവാനായിട്ടാണ് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ഇന്നത്തെ ഈ ഉപമയിലൂടെ ക്ഷണിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം നമ്മളൊന്ന് വായിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ രണ്ട് സുപ്രധാന മനോഭാവം വളരെ മനോഹരമായിട്ട് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഏതാണ്ട് യേശുനാഥൻ ഇന്ന് ഈ ഉപമയിൽ സൂചിപ്പിക്കുന്ന ഈ വിരുന്നുകൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ സീറ്റുകൾ തിരഞ്ഞെടുക്കുന്നതും വിരുന്നിനെ ക്ഷണിക്കുന്നത് ആരൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്നതിന് വളരെ മനോഹരമായൊരു മാതൃകയാണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന രീതികളും ശൈലികളും എന്നുള്ളത്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുവകകൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായി അവർ കരുതിയിരുന്നു. അപ്പോസ്തലന്മാര് കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. കാരണം അവരുടെ എല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു എന്നാണ്. ഈ വാക്യം വളരെ പ്രധാനമാണ്. നമ്മിൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടാകുമ്പോൾ നമ്മൾ സുവിശേഷ മൂല്യങ്ങളുടെ അടുത്തേക്ക് വരും. നമ്മിൽ നിന്ന് കൃപാവരം അപ്രത്യക്ഷമായിട്ട് നമ്മുടെയൊക്കെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ യേശുനാഥൻ്റെ സുവിശേഷ മൂല്യങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുനാഥൻ്റെ സുവിശേഷ മൂല്യങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വിരുന്നിന് ക്ഷണിക്കുന്നവർ വികലാംഗരും, മുടന്തരും, അംഗവീനരും അല്ലെങ്കിൽ ഭിക്ഷയാചിക്കുന്നവരുമൊക്കെ ആകുമ്പോൾ, യേശുവിൻ്റെ സുവിശേഷത്തിൽ നിന്ന് അകന്നകന്നകന്നു പോകുമ്പോൾ പ്രത്യുപകാരം നൽകുവാനായിട്ട് കരുത്തുള്ളവനെയും കഴിവുള്ളവനെയും ഒക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ വിരുന്നിന് ക്ഷണിക്കുന്നത്. അതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. യേശുനാഥൻ ഈ ലോകത്തിൽ പ്രത്യുപകാരം സ്വീകരിച്ച് ബഹുമാനിതനാകുന്നതിനേക്കാൾ ഉപരിയായി പ്രത്യുപകാരമായി നൽകാൻ കഴിയാത്തവർക്ക് വിരുന്ന് നൽകിക്കൊണ്ട് സ്വർഗരാജ്യത്തിൽ ബഹുമാനിതനാകുവാനായിട്ടാണ് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. കാരണം ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും അതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിക്കുകയും അപ്പോസ്തലന്മാർ അത് ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിത്ര സുഭിക്ഷമായ വിരുന്നുകൾ നൽകുമ്പോഴും സുഭിക്ഷങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുമ്പോഴും നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ധാരാളം പേരുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ തുടങ്ങി അവസാനത്തെ വിശ്വാസിയുടെ മേലും കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നത് കൊണ്ട് തുറന്ന മനസ്സോടും തുറന്ന ഹൃദയത്തോടും ഒടുവിലത്തെ സീറ്റ് തിരഞ്ഞെടുക്കുകയും എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സുവിശേഷ മൂല്യ അധിഷ്ഠിത സമൂഹമായിരുന്നു ആദ്യത്തെ ക്രൈസ്തവ സമൂഹം. എന്നാൽ ഇന്ന് ധാരാളം സുഭിക്ഷമുണ്ടെങ്കിലും ആ സുഭിക്ഷ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തോ മാനസികമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നകന്ന് സ്വാർത്ഥതയുടെയും അല്ലെങ്കിൽ അസ്തമിച്ചു പോകുന്ന ബഹുമാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിരുന്നിൻ്റെയും ഒക്കെ ഒരു സംസ്കാരത്തിലേക്ക് നിബന്ധിച്ചു പോയിരിക്കുന്നതായിട്ട് ഒരുപക്ഷെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അമേരിക്കയിൽ അടിമത്വത്തെയും അതുപോലെ തന്നെ അവഗണനകൾക്കുമെതിരായിട്ട് അതിശക്തമായ ശബ്ദമുയർത്തിയ ഒരു മനുഷ്യസ്നേഹിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് ദ ജൂനിയർ. അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ മനോഹരമായൊരു പ്രസംഗമാണ് ഐ ഹാവ് എ ഡ്രീം എന്നുള്ളത്. എനിക്കൊരു സ്വപ്നമുണ്ട്.
ആ സ്വപ്നമെന്ന ആ മനോഹരമായ പ്രഭാഷണത്തിൻ്റെ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ when people judge each other not by the color of their skin but by the content of their character. അത് വളരെ മനോഹരമാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഒരു നാള് മനുഷ്യനെ വേർതിരിക്കുന്നത് അവൻ്റെ തൊലിയുടെ നിറം കണ്ടിട്ടല്ല, മറിച്ച് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഉള്ളടക്കം കണ്ടിട്ടാണ് വേർതിരിക്കുന്നതെന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുമ്പോൾ അത് മനസ്സിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മെ ആഹ്വാനം ചെയ്തതാണ്. അതാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. നീ വിരുന്നിന് ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണിക്കുന്നത് നിന്റെ മനസ്സിൻ്റെ വലിപ്പം കാണിക്കുന്നതായിരിക്കണം. സ്വർഗരാജ്യത്തിൽ വിരുന്നുണ്ണുവാനായിട്ട് നിന്നെ യോഗ്യനാക്കത്തക്ക രീതിയിൽ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ളവരെ നീ ക്ഷണിക്കണം. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ നീ ക്ഷണിക്കണം. അവർക്ക് തരുവാനായിട്ട് മറുപടിയായി ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവരുടെ ഹൃദയപൂർവമായ നന്ദിയർപ്പണം നിനക്കുള്ള ബഹുമാനമായി സ്വർഗത്തിൽ നിക്ഷേപമായി എത്തിച്ചേരുമെന്ന് യേശുനാഥൻ സൂചന നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ മനസ്സിനെയും മനോഭാവത്തെയും ഹൃദയത്തെയും ഹൃദയവിചാരത്തെയും നമ്മുടെ രീതികളെയും ശൈലികളെയും ആഴമായി പരിശോധിച്ചറിയുവാനും അതിൽ നിന്ന് സ്വാർത്ഥതയുടെയും നശിച്ചു പോകുന്ന ബഹുമതികളുടെയും അളവുകോലുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ കടന്നു പോകുന്ന നൈമിഷികമായ സന്തോഷങ്ങളുടെയും നൈമിഷികമായ ബഹുമതികളുടെയും ബഹുമാനത്തിൻ്റെയും ശൈലികളിൽ നിന്ന് മാറിക്കൊണ്ട് സ്വർഗരാജ്യത്തിൽ നമ്മളെ ബഹുമാനിതനാക്കുന്ന നിത്യമായി നിലനിൽക്കുന്ന ആദ്യമായ സ്നേഹത്തിൻ്റെയും മാനസിക മാറ്റത്തിൻ്റെയും സുവിശേഷ മൂല്യം ഉൾക്കൊള്ളുന്നതിൻ്റെയുമായ ഒരു സംസ്കാരത്തിലേക്ക് ഉയരുവാനും വളരുവാനും യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, കൊൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ, ഒരിക്കൽ മദർ തെരേസ ഒരു കുപ്പത്തൊട്ടിയിൽ ചീഞ്ഞളിഞ്ഞ ശരീരവുമായി കിടക്കുന്ന, ദേഹമാസകലം മുറിവുപറ്റി കിടക്കുന്ന ഒരു മനുഷ്യനെ വാരിയെടുത്ത് തൻ്റെ കാളിഘട്ടിലെ ആതുരാലയത്തിൽ കൊണ്ടുവന്ന് അയാളുടെ മുറിവുകളെല്ലാം കഴുകി വെടിപ്പാക്കി, അതിനകത്തുണ്ടായിരുന്ന പുഴുക്കളെല്ലാം കഴുകി വെടിപ്പാക്കി, എന്നിട്ട് അവിടേക്ക് നല്ല മരുന്ന് വെച്ച് കെട്ടി അദ്ദേഹത്തെ കുളിച്ച് സുമുഖനാക്കി സുന്ദരനാക്കി അദ്ദേഹത്തിന് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ അവഗണിക്കപ്പെട്ട് കുപ്പത്തൊട്ടിയിൽ കിടന്ന ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് മദറെ എന്നെ എടുത്തുകൊണ്ടുവന്ന് ഇത്രയും നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്നത്? എനിക്ക് മദറിന് തരുവാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഞാനാണ്. സമൂഹത്തിൻ്റെ അവഗണന തൊട്ടിയിൽ കിടന്ന എന്നെ വാരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുമ്പോൾ എന്താണ് മദറിന് എനിക്ക് തിരിച്ചു തരാൻ സാധിക്കുന്നത്? തിരിച്ചു തരുവാനായിട്ട് ഒരു ചില്ലിക്കാശ് പോലും എൻ്റെ കയ്യിലില്ല. അതിന് വിശുദ്ധ മദർ തെരേസ നൽകുന്ന മനോഹരമായൊരു മറുപടിയുണ്ട്. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എൻ്റെ യേശുനാഥന് വേണ്ടിയാണ്. യേശുനാഥൻ എന്നിൽ ചൊരിഞ്ഞ കൃപകളുടെയും അനുഗ്രഹത്തിൻ്റെയും സമ്മാനത്തിനും മറുപടിയായിട്ട് എനിക്കും ക്രിസ്തുവിന് കൊടുക്കുവാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാൽ എനിക്ക് ക്രിസ്തുവിന് കൊടുക്കുവാനായിട്ട് ഈ ലോകം വിട്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും സമ്പാദ്യമുണ്ടെങ്കിൽ അത് ഞാൻ ഈ ചെയ്യുന്ന ആതുര ശുശ്രൂഷയാണ്. ഒന്നും തിരികെ നൽകുവാനില്ലാത്ത ദരിദ്രനോടും ഒന്നും തിരികെ നൽകാനില്ലാത്ത മുടന്തനോടും അന്ധനോടും വികലാംഗനോടുമൊക്കെ ഞാൻ സ്നേഹം കാണിക്കുമ്പോൾ, അവരെ ഞാൻ പരിചരിക്കുമ്പോൾ, എൻ്റെ ഈ ലോകം വിട്ട് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ കരുതി വച്ചിരിക്കുന്ന സമ്മാനത്തിൻ്റെ വലിപ്പം കൂട്ടുവാനായിട്ട് ഈ ലോകത്തിൽ ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തികൾ ഉപകരിക്കുമെന്ന് മദർ തെരേസ പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നതായിരുന്നു. കൊൽക്കട്ടയിലെ തെരുവീതികളിൽ സാധാരണക്കാരെ ശുശ്രൂഷിച്ചുകൊണ്ട് കുനിഞ്ഞ ശിരസ്സുമായി നടക്കുന്ന ആ ഒരു ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിൻ്റെ ഉടമയായ ആ ഒരു കന്യാസ്ത്രീ മരണമടങ്ങിയ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ വിശുദ്ധ മദർ തെരേസയായിട്ട് സമ്മാനിതയാകുവാനായിട്ട് അർഹമായതിൻ്റെ ഒരു കാരണം അതാണ്. മനസ്സിൻ്റെ വലിപ്പമാണ്. സുവിശേഷ മൂല്യങ്ങൾ സ്വന്തം മൂല്യങ്ങളായി കൂട്ടിച്ചേർക്കുമ്പോൾ, സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുവാനായിട്ട് സ്വയം പരിശ്രമിക്കുകയും സ്വന്തം സഹോദരിമാരോട് പറയുകയും ചെയ്യുമ്പോൾ
അതാണ് വിരുന്നുകാരനും വിരുന്നുണ്ണുന്നവനുമുള്ള സന്ദേശമെന്ന് യേശുനാഥൻ വ്യക്തമാക്കുന്ന ഈ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്ന അതിഥിക്കും ആതിഥേയനുമുള്ള ഉപദേശം എന്നുള്ളത്. അതിഥിയും ആതിഥേയനും ഞാനും നിങ്ങളും തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ അതിഥികളായിരിക്കും, മറ്റു ചിലപ്പോൾ നമ്മൾ ആതിഥേയരായിരിക്കും. അതിഥികളായിരിക്കുമ്പോൾ ഒടുവിലത്തെ കസേരയിൽ ചെന്നിരുന്ന് എല്ലാവരുടെ മുന്നിലും മുന്നോട്ട് കയറിയിരിക്കുക സ്നേഹിത എന്ന് പറഞ്ഞ് ബഹുമാനിതനാകുന്നത് പോലെ, അതല്ലെങ്കിൽ വിരുന്ന് നൽകുമ്പോൾ അംഗവിഹീനരെയും മുടന്തരെയും വികലാംഗരെയും കുരുടരെയും ഒക്കെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം കുറെ കൂടി വലുതാകുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത അതിവിശാലതയായി മാറുകയും ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ വിശ്വസ്തനും ഉത്തമനുമായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിൻ്റെ പക്കൽ നിന്ന് സമ്മാനം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കും. അതിന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ മൂല്യങ്ങളെയും ക്രിസ്തുനാഥൻ്റെ മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ നൽകുന്ന മൂല്യങ്ങളെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും ക്രിസ്തുവിൻ്റെ രീതികളെയും ക്രിസ്തുവിൻ്റെ ശൈലികളെയും നമ്മുടേതാക്കി മാറ്റുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.